ഒന്ന് തൈര് കൊണ്ടുവരുമ്പോ അതെല്ലാം കഷ്ണാക്കി വെച്ചിട്ട് തൈര് കൊണ്ടുവരാണ്ടിരിക്കുവാ. നല്ല മൂത്ത കായ്യനല്ലേ ഏക്കം കൊണ്ടുവന്നീ. അതെ, ഞാനേ നല്ല നാടൻ കയ്യാന്ന്. ആ ചേനയും കന്ന് ഞങ്ങളെ കഴിക്കാക്കണ്ട, ഞാൻ മുറിക്കാം. വേണ്ട, ഞാനേ ഞാൻ മുറിച്ചൊരു വെട്ടിയാക്കി. പെണ്ണ് കുഞ്ഞിനെ കൊണ്ടാക്കി വരുന്നുണ്ടല്ലോ. അച്ഛനമ്മ ചേനയും കായലും മുറിച്ച് റെഡിയാക്കിയാ? ഇത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായില്ല നമ്മള്. എനിക്ക് എന്താ തൈര് കിട്ടിനിമേ? അമ്മ കൊറച്ച് വൈകിപ്പോയിമേ. അടിച്ചത് വാങ്ങാനുണ്ടായി. ഇതാ ചുരിദാറുണ്ടോ? രസമുണ്ടാ? ഇതച്ചാ നല്ല കളറല്ലേ? പുതിയത് അടിക്കാൻ കൊടുത്തിന്, അന്നേ അടിക്കാൻ കൊടുത്തിന്. വിഷുവിന് ഉപ്പട്ടേ കുറച്ചാണ്. ഓക്ക് തിരക്ക് ഭയങ്കര, അതുകൊണ്ട് അടിക്കണം. തുണി എടുത്തിട്ട് അടിച്ചത്. ഞാൻ മെല്ലെ മതി പറഞ്ഞിട്ടാണ്. വേഗം തരുവലും ചെയ്യും. അന്നേ എടുത്തതാണ്, കൊറേ ആയി. നല്ല തിരക്കുണ്ടാവും കേറാ. ആടങ്ങാട പിന്നെ സുജാത അറിയുന്നവരെടുത്ത. കഴുകുമേ മതി. മരിക്കാം. കഴുകുന്നേ അമ്മ ഇത് പാട് കഷ്ണാന്നല്ലേ? അതെ. അപ്പൊ വെള്ളരിക്ക ഒരു കഷ്ണം എടുക്കാം അല്ലേ? ചേനയും അതെ. അമ്മ നക്ഷത്രം രാവിലെ പോകുമ്പോ ഒരു കഷ്ണം ദോശ ചെയ്ത് തന്നിട്ടുമേ. അതിനൊന്നും അത് തിന്നുന്നില്ല. എന്നാ വേണ്ടത്? പെണ്ണൊന്നും വേണ്ട. പെണ്ണ് പൊട്ടുന്ന പലഹാരേ വേണ്ടു. ബിസ്ക്കറ്റും പൊട്ടുന്ന പലഹാരം. കായ് നല്ല നാടൻ കായ് തന്നെയല്ലമ്മേ. അമ്മ ചേന മുറിച്ചിട്ട് ചൊറിഞ്ഞിനാ? അച്ഛനാ മുറിച്ചിന്. അച്ഛനാ മുറിച്ചിന്. അപ്പൊ അച്ഛനും അമ്മയും വെള്ളരിക്കല തോലും കായിന്റെ ഇതെല്ലാം കളഞ്ഞതുകൊണ്ട് വേഗമായി. അതുകൊണ്ട് വേഗം ഒരു പുളിശ്ശേരിയൊക്കെ. നാരാട്ടനാണെങ്കിൽ ഇപ്പം പോവുകയും വേണം. ഇന്ന് മീനൊന്നുമില്ല. നല്ല അച്ഛനമ്മയായതുകൊണ്ട് എന്റെ ഭാഗ്യം. ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോക്ക് കായിന്റെ തോലും വെള്ളരിക്കേന്റെ തോലും ചേനയിൽ മുറിച്ച് വെച്ചു. കാക്കയും വേണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇതൊന്ന് വേഗം വേവട്ട്. ഒക്കെ തേങ്ങ കുടിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ പുളിശ്ശേരിയിലേക്ക് വേണ്ടുന്ന അരപ്പാണ്. തേങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ജീരകമുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മളെ കഷ്ണം ഇത് ഇടാൻ നല്ല വൃത്തി വെന്തിട്ടുണ്ട്. ഇനി തേങ്ങ അരപ്പ് വെച്ചു കൊടുക്കാം. ഇനി അരപ്പൊന്ന് വേവട്ടെ. എന്നിട്ട് തൈര് ഒഴിച്ചു കൊടുക്കണം. തൈരോ മോനോ എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ അരപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തൈര് മിക്സിയിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് വെച്ചത് ഇനിയൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടായാൽ മതിയേ, അധികം തിളക്കണം. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു വറവ് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കേ. ഉലുവ, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കൂടിയേ. അങ്ങനെ നമ്മളെ വെള്ളരിക്ക ചേന കായ് പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. കുറച്ച് സമയം തുറക്കും. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായി കേട്ടോ. അതാ എന്നാൽ കറിയാക്കി നോക്കട്ടെ. ഇപ്പോൾ ഒരു 12 മണിയായി. ഒരു 12 കാലാകുമ്പോൾ ഇവിടുന്ന് വിടണം. ബസ്സിനെ പോലെ, അതുകൊണ്ട് കണ്ടമറപ്പറ്റ് ബസ്സിനെ പോലെ. നമ്മൾ കഴിക്കട്ടെ, നോക്കട്ടെ എന്നുള്ള കറികൾ. ചോറെടുക്ക്, സമയം വൈകി.
എന്നാ കറിയാക്കി നീ കറി പുളിശ്ശേരി പുളിശ്ശേരിയാ ഇന്നലെ മീൻ കിട്ടിട്ടാ അവിടെ പുളിശ്ശേരി പുളിശ്ശേരി കുറേ കൂട്ടാതെ അല്ലേ നമ്മൾ പുളിശ്ശേരി കൂട്ടി കഴിക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇളക്കിക്കോരി എന്തെല്ലാം കഷ്ണങ്ങൾ ചേന കായ് പിന്നെ വെള്ളരിക്ക ഞാനൊരു ഇത് കുറച്ചല്ല പച്ചമുളകൊന്നും വേണ്ടാലിട്ട് ഇതന്നെ എരിവുണ്ടാ എന്താ എന്നാ പിന്നെ ഞാനിടാം ഇതെങ്ങനെ ഞാനിടാം നല്ല ചൂട് മുട്ട ഓംലേറ്റ് ഉണ്ടല്ലോ അല്ല മതി. ആദ്യം നമ്മുടെ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ടല്ലേ ഇപ്പൊ കാലപ്പത്ത് നടത്തല്ലേ പുളിശ്ശേരി. നല്ല പുളിശ്ശേരി തന്നെ. പപ്പടാക്കണായിട്ട് പപ്പടം നോക്കാൻ സമയമില്ല 12 മണി കഴിഞ്ഞു. പുളിശ്ശേരി ഇതിപ്പോൾ ഉണക്കോ മീൻ്റെ പൊരിയോ വല്ലതും വേണം. പകരം മുട്ട ഓംലേറ്റ് അരി കുഴപ്പമില്ല. വേഗം കഴിക്കട്ടോ. ഓക്കെ.